നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷീര കർഷകർക്ക് സമൂഹത്തിൽ അന്തസ്സോടെ തൊഴിലെടുക്കുന്നതിന് ആവശ്യമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടണമെന്ന് വനിതാ ക്ഷീര കർഷകർ. സംസ്ഥാന വനിതാ കമ്മീഷൻ ക്ഷീരമേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വിളിച്ചു ചേർത്ത പബ്ലിക് ഹിയറിംഗിലാണ് ആവശ്യം ഉയർന്നത്. ഹിയറിംഗ് ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. ചാണകവും തൊഴുത്തും കാണുന്നത് പോലും ദുസ്സഹമാണെന്ന രീതിയിലാണ് സമൂഹത്തിൽ ചില ആളുകൾ പെരുമാറുന്നത്. ക്ഷീരകർഷകരെ അവജ്ഞയോടെയാണ് ഇവർ കാണുന്നത്. ഇത്തരം മാനസികാവസ്ഥ ഇല്ലാതാക്കുന്നതിന് വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും പബ്ലിക് ഹിയറിംഗിൽ കർഷകർ ആവശ്യപ്പെട്ടു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അധ്യക്ഷയായ പരിപാടി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. തൂപ്പുജോലി എന്നുള്ളത് തരംതാണ തൊഴിലാണ് എന്ന് ചിന്തിക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ അപരിഷ്കൃതരായിട്ടുള്ള ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഓരോ തൊഴിലിനും ചില പ്രത്യേകമായ കുറവുകളുണ്ടെന്നും അത് സാമൂഹ്യ അന്തസ്സിന് നിരക്കാത്താണെന്നും ചിന്തിക്കുന്നു. അതുകൊണ്ട് എല്ലാ തൊഴിലും ഓരോ ആളുകളും നിർവഹിക്കുന്ന ജോലിയും എല്ലാ ജോലിയും ഈ സമൂഹത്തിൽ മാന്യമാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റണം. ഭക്ഷ്യസംസ്കരണത്തിൽ വന്ന മാറ്റങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ക്ഷീരകർഷകർ ഉപോൽപ്പന്നങ്ങളുടെ വിപണനം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകൾ പരീക്ഷിക്കാൻ തയ്യാറാവണമെന്ന് എം പി പറഞ്ഞു. ഇതിലൂടെ കർഷകരുടെ സാമൂഹ്യ അന്തസ്സ് ഉയരും. ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നുവരും. നാട്ടിൻപുറങ്ങളിലെ ചെറിയ സംരംഭങ്ങൾ വലിയ കൂട്ടായ്മകളായി വളരുകയും സ്ത്രീകളുടെ സാമൂഹ്യ അന്തസ്സ് ഉയരുന്നതുൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും എം പി പറഞ്ഞു. മൃഗ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കാനും കന്നുകാലികൾക്ക് ചികിത്സ നൽകുന്നതിന് പണം ചോദിച്ചു വാങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ ക്ഷീരകർഷകർക്ക് ക്ഷേമനിധി പെൻഷൻ കുറഞ്ഞത് 1000 രൂപയെങ്കിലും അനുവദിക്കുക. BPL APL മാനദണ്ഡങ്ങൾ നോക്കാതെ ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുക. കന്നുകാലികൾ ചത്തുപോയാൽ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും കർഷകർ ഉന്നയിച്ചിട്ടുണ്ട്. 100 ദിവസം തൊഴിൽ ലഭ്യമാക്കുന്ന വിധം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീരകർഷകരെ ഉൾപ്പെടുത്തണമെന്നും പദ്ധതിക്ക് കീഴിൽ വരുന്ന ആനുകൂല്യങ്ങൾക്ക് കർഷകർക്ക് മുൻഗണന നൽകണമെന്നും ക്ഷീരകർഷകർ ആവശ്യപ്പെട്ടു. നിസ്സാരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമീപവാസികൾ നൽകുന്ന പരാതിയിൽ ക്ഷീരകർഷകർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാവശ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് ഇടപെടലുണ്ടാകണം. കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കണം. സബ്സിഡി കൃത്യമായി ലഭ്യമാക്കാൻ നടപടി വേണം. മൊബൈൽ ആംബുലൻസ് സേവനം സൗജന്യമാക്കണം എന്നീ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് വിശദമായി പഠിച്ച ശേഷം നിർദ്ദേശമായി സർക്കാരിന് സമർപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ കർഷകരെ അറിയിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി മുഖ്യാതിഥിയായിരുന്നു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാവണ്യ, തളിപ്പറമ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ബീന, ക്ഷീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ ഓഫീസർ ബോബി, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N ദിവ്യ എന്നിവരും സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.